അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്ന് നമ്മൾ കുഴിമുട്ടി. നമസ്കാരം. മലയാളത്തിന്റെ കേരളത്തിന്റെ മലയാളികളുടെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ ഈ കഴിഞ്ഞ ദിവസം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദിയിൽ ഒരു പ്രസംഗം പറയുകയും അതിലെ രാഷ്ട്രീയ വിമർശനം വലിയ വിവാദങ്ങളിലേക്ക് പോവുകയും ചെയ്തു. പ്രിയ MT പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല തൻ്റെ ആ ഒരു പക്വതയുള്ള സംയമനത്തോടെയുള്ള ആ ഒരു സമീപനം, ആ ഒരു വിമർശനം ഇത്രയധികം പക്വതയില്ലാത്ത തുടർ ചർച്ചകളിലേക്ക് പോകുമെന്നുള്ളത്. അത്രയധികം മോശമായിട്ടുള്ള ലേലം വിളികളായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഇത് നിങ്ങളെയാണ്, ഇത് ഞങ്ങളെയല്ല, ഇത് അവരെയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ പക്വതയില്ലാത്ത രീതിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നു. ഒരു തരത്തിലുള്ള ചിന്താ പരാജയമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അത്രയധികം പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇവിടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നുള്ളത് MT അതിനുശേഷം കൂടുതൽ മനസ്സിലാക്കി കാണും. MT വാസുദേവൻ നായർ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ, രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അങ്ങനെ പങ്കുവെക്കുന്ന വ്യക്തിയൊന്നുമല്ല. എന്നാൽ ഈ കാലമുടനീളം അദ്ദേഹത്തിന്റെ കരിയറിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമീപനങ്ങളിലും ഈ കാലമുടനീളം അദ്ദേഹം പ്രതികരിക്കേണ്ടടുത്ത് ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്, ആരുടെയും മുഖം നോക്കാതെ. അങ്ങനെ മുഖം നോക്കാതെ പ്രതികരിക്കുന്ന, തൻ്റെ നിലപാടുകൾ സധൈര്യം പറയുന്ന MT വാസുദേവൻ നായർക്ക് ആ ഒരു വേദിയിൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി വിമർശിക്കണമെന്നുണ്ടെങ്കിൽ തുറന്നു പറയാനായിട്ടുള്ള എല്ലാവിധ ആർജവമുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഖ്യമന്ത്രിയിലേക്ക് മാത്രമായിട്ട് ഒതുക്കിയുള്ള ഒരു ചർച്ചകൾ എന്ന് പറയുന്നത് വേറൊരു പരാജയമാണ്. എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ള ഇപ്പോഴത്തെ ഭരണപക്ഷം അതിനകത്ത് സേഫ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അല്ല. ഒരു സ്വയം വിമർശനം എല്ലാവർക്കും നടത്തേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് MT ആ ഒരു പ്രസംഗത്തിൽ കൂടെ, ആ ഒരു രാഷ്ട്രീയ വിമർശനത്തിൽ കൂടെ അവിടെ ഉദ്ദേശിച്ചത്. ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ സമീപനം, ഏറ്റവും മികച്ച വിമർശനം എന്നുള്ളതാണ് MTയുടെ ആ ഒരു പ്രസംഗം കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. അതിൻ്റെ കൂടെ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്, ശരിയാണോ എന്നുള്ളത് അറിയില്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ കനൽ ഒരു തരി പ്രതീക്ഷയുണ്ട് ഇപ്പോഴും ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു രീതിയിലുള്ള ഒരു വിമർശനം നടത്തിയത്. തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള, നിലപാടുള്ള MTയെ പോലെ ഒരു മനുഷ്യൻ ഇവിടെയുള്ള BJP-ക്കാർ കിടന്ന് ഒച്ചയിടുന്നത് പോലെയോ, കോൺഗ്രസ്സുകാർ കിടന്ന് കോലം കിട്ടുന്നത് പോലെയോ, മറിയാമ്മ ചടത്തിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രീയ വിമർശനം പറയത്തില്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ നിലവിലുള്ള ഭരണപക്ഷത്തിനെതിരെയോ MT വാസുദേവൻ നായർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇവര് മറിയക്കുട്ടിയെ എടുത്തങ്ങോട്ട് മാറ്റിയിട്ട് MT വാസുദേവൻ നായരെ അവിടെ പ്രതിഷ്ഠിക്കും. അതുകൊണ്ട് തന്നെ MT വാസുദേവൻ നായർ മറിയക്കുട്ടിയുമായിട്ട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് ജോയ് മാത്യുവിനെ പോലുള്ള ആളുകളൊക്കെ വിചാരിക്കേണ്ടത്. ജോയ് മാത്യുവൊക്കെ മറിയക്കുട്ടിയെ തികഞ്ഞ ഒരു പോരാളിയോട് ഉപമിക്കുകയും ആ ഒരു ഉൾക്കാമ്പിലേക്ക് പോവാതിരിക്കുകയും പിന്നീട് എന്തോ കേട്ട സമയത്ത് MT വാസുദേവൻ നായരെ അധികാരങ്ങളുടെ മുൻപിൽ തലകുനിക്കാത്ത മറ്റൊരു പോരാളിയായിട്ട് വിശേഷിപ്പിക്കുകയും ചെയ്ത ഒരു കാഴ്ചയൊക്കെ അദ്ദേഹത്തിന്റെ പേജിൽ ഞാൻ കണ്ടതാണ്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാണ്. ജോയ് മാത്യുവിനെ പോലുള്ള ആളുകൾക്ക് എടുത്ത് കളിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വിമർശനം MTയുടെ ഭാഗത്ത് നിന്ന് പക്വതയില്ലാതെ പോയില്ല എന്നുള്ളതാണ് MTയുടെ തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള, നിലപാടുള്ള, ആർജവമുള്ള ഒരു വ്യക്തിത്വത്തെ കാണിച്ചു തരുന്നത്. ഇനി അദ്ദേഹത്തിന് കനൽ ഒരു തരി പ്രതീക്ഷയുള്ള ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ആളുകൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? അവിടെയാണ് തികഞ്ഞ പരാജയം എന്ന് എനിക്ക് തോന്നിയത്. MT പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു സമീപനമായിരിക്കും അതിന് എതിരെ വരിക എന്നുള്ളത്. അതിൽ ഏറ്റവും പക്വതയില്ലാത്ത ഒരു വർത്തമാനം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് G സുധാകരനാണ്. അദ്ദേഹമൊക്കെ എന്താണ് പറഞ്ഞത് എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള MT അല്ല ബാക്കിയുള്ള ആളുകളിൽ ആരെങ്കിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങടെ അങ്ങോട്ട് പോയി കിട്ടും. അതിൽ ഏറ്റവും പരാജയം, അപമാനം എന്ന് എനിക്ക് തോന്നിയത് മറ്റൊരു സംഗതിയാണ്. MTയുടെ പ്രസംഗത്തിൽ ഏതെങ്കിലും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു രഹസ്യാന്വേഷണം നടത്തിയിരിക്കുന്നു. അതിന്റെ റിപ്പോർട്ട് ഇന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. MTയെ പോലൊരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു വിമർശനം നടത്തുന്ന സമയത്ത് അതിപ്പോൾ കേന്ദ്രത്തിനെതിരായിട്ടോ ഇവിടെയുള്ള ഭരണപക്ഷത്തിനെതിരായിട്ടോ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അതിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം പരാജയം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പലപ്പോഴും രാഷ്ട്രീയം, നിലപാടുകൾ, ഭരണം എന്നിവ നിയന്ത്രിക്കുന്നത് ചാനലുകളാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തകരെ വാർത്തെടുക്കുന്നതിനകത്തും സജീവ രാഷ്ട്രീയത്തിലും ഇവർക്ക് വലിയ സ്വാധീനമുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള പുതിയ നേതാക്കൾ വലിയ പ്രതീക്ഷയുമായിട്ട് വരുമ്പോഴും ഇപ്പോൾ ആർഷയെ പോലുള്ള ആളുകൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്തും പൊതുവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരൊറ്റ രീതിയുള്ളൂ. ഞാൻ ഒരു പെട്ടെന്ന് ഓർത്ത 2 പേര് പറഞ്ഞു എന്നുള്ളതുള്ളൂ കേട്ടോ. അല്ലാതെ അവർ മികച്ച ആളുകളാണെന്നോ നാളത്തെ പ്രതീക്ഷയാണെന്നോ എനിക്ക് അത്രയധികം വലിയ ചിന്തയൊന്നുമില്ല. പ്രതിരോധിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ നേതാക്കളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. പ്രതിരോധിക്കുകയാണ്. MT വാസുദേവൻ നായർ അങ്ങനെ പറഞ്ഞു, അത് നിങ്ങളെയാണ്, അപ്പോൾ ഞങ്ങളെ അല്ല എന്നുള്ളത് അങ്ങ് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഒറ്റയടിക്ക് തോന്നുന്ന ഒരു കാര്യം. അല്ലാതെ എന്താണ് MT പറഞ്ഞതെന്നോ അതിനകത്ത് നിന്ന് എടുക്കാൻ വരുന്ന സംഗതികൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ അതിനെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടോ യാതൊരുവിധ ചിന്തയില്ല. MT തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മലയാളം അറിയുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാവുന്നേ ഉള്ളൂ ഈ കാര്യം. ഞാൻ അങ്ങനെ ഇവിടുത്തെ ഒരു കാര്യമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ലോകത്ത് പല സ്ഥലത്തും വരുന്ന അമിതാധികാര പ്രവണത, ജനാധിപത്യം ഇല്ലായ്മ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് MT തന്നെ പറഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല അത് സ്പെസിഫിക് ആയിട്ട് റഷ്യ തുടങ്ങിയ കാര്യങ്ങൾ പറയുകയും കുറേ കാര്യങ്ങൾ പറഞ്ഞു.
ഈ അമിതാധികാര പ്രവണതയും ജനാധിപത്യ ഇല്ലായ്മയും എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹി പോലും എങ്ങനെയാണ് പത്രപ്രവർത്തകരോടൊക്കെ കാര്യങ്ങൾ നേരിടുന്നതെന്ന് അറിയാം. പത്രപ്രവർത്തകരായിട്ടുള്ള ആളുകളെ ഇപ്പോൾ സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ആളുകളും പത്രപ്രവർത്തകരായിട്ടുള്ള ആളുകൾ എത്രയോ മാസങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്ന സംഗതികളുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള കാര്യം പിന്നെ എങ്ങനെയാണ് ഇപ്പം ഈ വല്ലാത്തൊരു ഏകാധിപത്യത്തിലേക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥിതിയിലേക്ക് വർഗീയത ഉപയോഗിച്ചുകൊണ്ട് ആളില്ലാതെ ഇത്തരം കാര്യങ്ങൾ ലോകത്താകെ വരികയും യുദ്ധങ്ങൾ പോലും അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളെയും ജനങ്ങളെയും ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള പല സംഭവങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റിയൊക്കെ വളരെ പ്രമുഖനായ ഒരു സാംസ്കാരിക പ്രവർത്തകൻ, സാഹിത്യ നായകൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട MD പറഞ്ഞ കാര്യം, അദ്ദേഹത്തിനാണെങ്കിൽ എത്ര വർഷത്തെ അനുഭവം കൂടിയുണ്ട്, പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി. ആ വിവാദം വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞതോടുകൂടി തീർന്നു. കേരളത്തിൽ അഭിപ്രായം പറയാനും ചോദിക്കാനും ഇടപെടാനും വിമർശിക്കാനും എന്ത് പ്രതിഷേധിക്കാനും ഒക്കെ ഉള്ള അവകാശമുള്ള സ്ഥലമാണല്ലോ. അതുകൊണ്ട് കേരളം പോലൊരു സ്ഥലത്തല്ല. അതുകൊണ്ട് മലയാളം മനസ്സിലാവുന്നവർക്കൊക്കെ ഇത് മനസ്സിലായി എന്ന് ബഹുമാനായ MD പറഞ്ഞത് തന്നെയാണ് എനിക്ക് വായിച്ചപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായി. വിമർശനങ്ങളെ അതിൻ്റെ രീതിയിലെടുത്ത് അതിനോട് സ്വാഗതം പറഞ്ഞ് അതിനകത്ത് തിരുത്തേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ടേക്ക് പോകുമെന്നുള്ള ഒരൊറ്റ പ്രഖ്യാപനമായിരിക്കാം MD ഉദ്ദേശിച്ചത്. എന്നാൽ ആ തരത്തിലല്ല ഇവർ കാര്യങ്ങളെ നോക്കിക്കണ്ടെടുത്തത്. ബാക്കിയുള്ള ആളുകളെ കുറിച്ചിട്ട് പറയണ്ട, പ്രതിപക്ഷത്തെക്കുറിച്ചിട്ടും അതേപോലെ തന്നെ മറ്റേ സംഘപരിവാർ അനുഭാവികളെ കുറിച്ചിട്ടും അവരെ കുറിച്ചിട്ടും പറയേണ്ട ആവശ്യമില്ല. അവർക്ക് മറിയക്കുട്ടി വന്ന് പറഞ്ഞാലും ഒരുപോലെയാണ്, MD വന്ന് പറഞ്ഞാലും ഒരുപോലെയാണ്. അപ്പോൾ അതിനെ ആ ഒരു രീതിയിലേക്ക് MDയെ മറിയക്കുട്ടിയുടെ ഒപ്പം കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു നിരാശ. MDയുടെ ഒരു വിജയം അത് തന്നെയാണ്. അല്ലെങ്കിൽ എന്തായിരുന്നാലും ഇവിടെ ഉള്ള ഒരു മാനക്കേട് MD വാസുദേവൻ നായർക്ക്. മാർക്സിസം പഠിക്കാതെ മാർക്സിസം അത് പറയാൻ MD വാസുദേവൻ നായർ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുകൊണ്ട് അദ്ദേഹം പറയേണ്ട കാര്യം എന്തോ പറഞ്ഞപ്പോൾ ഭയങ്കര ഇളക്കം. MD എല്ലാവരും പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതികളുണ്ട് എന്നുള്ളതാണ് G. സുധാകരൻ പറയുന്നത്. ഇനിയിപ്പോൾ EP ജയരാജൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നത് ഞങ്ങളെക്കുറിച്ചിട്ടല്ല, അങ്ങനെ ആവാൻ വഴിയില്ല എന്നുള്ളത്. ഞങ്ങളെക്കുറിച്ചായിരിക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു ഭാഗം അല്ലെങ്കിൽ നല്ലൊരു ഭാഗം BJP ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കുന്തമണയാണ് എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എൻ്റെ നിരീക്ഷണം. അതല്ലാതെ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. EMS ഉദ്ധരിക്കും. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ EMS നൽകിയിട്ടുള്ള വലിയൊരു സംഭാവനയുണ്ട്. തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി അധികാരത്തിൽ വന്ന ഗവൺമെൻറ് കേരളത്തിലാണ്. ഏതായാലും MD പറഞ്ഞ ആ ഒരു പ്രസംഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. MD പറയുന്നത് ഇത്തിരി സ്ലോ ആയതുകൊണ്ടാണ്. രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ്. എവിടെയും അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം. അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരം എന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിച്ചുമൂടി. ഐതിഹാസിക വിപ്ലവത്തിലൂടെ സാറിസ്റ്റ് ഭരണത്തെ നീക്കിയ റഷ്യയിലും പഴയ സേവന സിദ്ധാന്തം വിസ്മരിക്കപ്പെട്ടു. ആൾക്കൂട്ടം ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്ത് നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം. ഭരണാധികാരി എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലേ റഷ്യക്ക് നിലനിൽപ്പുള്ളൂ എന്നും റീഹിനേക്കാൾ മുൻപ് 2 പേർ റഷ്യയിൽ പ്രഖ്യാപിച്ചു. 1957 ബാലറ്റ് പെട്ടിയുടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അതോടെ ലക്ഷ്യം നേടിയെന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാവാം. അതൊരു ആരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ട് പെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം മാത്രമാണ് അധികാരത്തിന്റെ അവസരമെന്നും വിശ്വസിച്ചതുകൊണ്ടാണ് EMS സമരാധ്യനാവുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യകാല സാഹിത്യ സിദ്ധാന്തങ്ങളോട് ഒരിക്കലും എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷെ തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനും ഇവിടെ പതിവില്ല. അഹംബോധത്തെ കീഴടക്കി പൗരബോധത്തിന്റെ അംഗീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഞാനിവിടെ കാണുന്നത്. എതിരഭിപ്രായക്കാരെ നേരിടാൻ പറ്റിയ വാദമുഖങ്ങൾ തിരയുന്നതിനിടയ്ക്ക് സ്വന്തം വീക്ഷണം രൂപപ്പെടുത്താനുള്ള തുടക്കമിടാൻ കഴിഞ്ഞു എന്ന് EMS പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു. രൂപപ്പെടുത്തി എന്നല്ല പറയുന്നത്, രൂപപ്പെടുത്താനുള്ള തുടക്കമിടുന്നു എന്നാണ്. EMSനെ ഉൾപ്പെടുത്തി റഷ്യയുടെ എക്സാമ്പിൾ പറഞ്ഞ് MD അത്തരത്തിലുള്ള ഒരു വിമർശനം തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഭരണപക്ഷത്തിലുള്ള ചില ആളുകൾ ഇത് ഞങ്ങളെയല്ല എന്ന് വാദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു മറുപടിയല്ല, അതൊരിക്കലും ഒരു പക്വത പ്രകടനമല്ല. ഇപ്പോഴും ഒരു വലിയ കൂട്ടം ആളുകൾ, തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളെയും നോക്കി വീക്ഷിച്ചുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അത്തരത്തിൽ നിരീക്ഷണമുള്ള ആളുകളുടെ വോട്ട് പാഴായി പോവാത്തത് കൊണ്ടുമാണ് ഇവിടെ ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് നടപടി അത്രമേൽ കടന്നു വരാത്തത്. എന്നാലും അതിൻ്റെ ഇടയിൽ അവരുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കുന്ന തരത്തിലേക്കുള്ള നടപടികളെയാണ് ഇവിടെ MD വിമർശിച്ചത്. അദ്ദേഹത്തിന്റെ കനലൊരു തരി പ്രതീക്ഷയിൽ നിന്നിട്ടാണ് പക്വതയുള്ള, മര്യാദയുള്ള ആ ഒരു വിമർശനം ഈ ഒരു ഘട്ടത്തിൽ വന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു മര്യാദയിൽ കടന്നു കയറി അവിടെ വന്ന് തോന്നിയാസം പറയുക എന്നുള്ളതാണ് ചില കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു പക്വത, ആ ഒരു സംയമനം ഇത്തിരി കുറച്ചായിരുന്നു എന്നുണ്ടെങ്കിൽ നിലവിലുള്ള പിണറായി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഇടയിലേക്ക് ഈ പറയുന്ന MDയുടെ വാല്യുബിൾ ആയിട്ടുള്ള വിമർശനവും
മാറിപ്പോയേനെ. ഇവിടെയുള്ള മാധ്യമങ്ങൾ ഒരു പ്രത്യേക രീതിയിലാണല്ലോ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം സംഘപരിവാർ അനുഭാവ മാധ്യമങ്ങളാണ്, അവരാണ് ഫണ്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ഫാസിസ്റ്റ് നടപടികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന സമയത്തും നമ്മൾ അതറിയാതിരിക്കാൻ വേണ്ടി പിണറായി വിമർശനം രാവിലെ മുതൽ വൈകിട്ട് വരെ ഉന്നയിക്കുന്നവരാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ. അതിപ്പോൾ പിണറായി പേരക്കുട്ടിക്ക് കാറിൽ ലിഫ്റ്റ് കൊടുത്താലും, അല്ലെങ്കിൽ പിണറായി അവിടെ ഓഫീസിൽ സദ്യ നടത്തിയാലും, പിണറായി കാറിൽ നിന്ന് ഇറങ്ങിയാലും ബസ്സിലേക്ക് കയറാനായിട്ട് തനിയെ നിവറുന്ന നട ഉപയോഗിച്ചാലും ഈ തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലെ വലിയ ഫാസിസ്റ്റ് നടപടികൾ 146ഓളം MP-മാരെ സസ്പെൻഡ് ചെയ്ത നടപടികൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെയുള്ള സാധാരണ ജനത്തിന് ഒരു വിവരമില്ല. ഇവിടെയുള്ള ആളുകൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന്റെ ആ ഒരു ആഘോഷങ്ങളിലും മമ്മൂട്ടി കൈകെട്ടി നിന്നു, കൈകൂപ്പിയില്ല എന്നുള്ള പരാതിയിന്മേലും ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. അതെല്ലാം കൂടെ കഴിയുമ്പോൾ വീണ്ടും പിണറായിയുടെ പുറകിലേക്ക് മാധ്യമങ്ങൾ ക്യാമറയായിട്ട് പോവുകയാണ്. അങ്ങനെയുള്ള മാധ്യമങ്ങൾക്ക് വെറും ഒരു പിണറായി വിരുദ്ധ ഡയലോഗുകൾ കൊടുക്കേണ്ട എന്നുള്ള രീതിയിൽ വളരെ പക്വതയോടെ സമീപിച്ച ഒരു പ്രസംഗമായിട്ടാണ് എനിക്ക് MDയുടെ പ്രസംഗത്തെ തോന്നിയത്. MDയുടെ ആ ഒരു പ്രസംഗം ത്രൂ ഔട്ട് എടുത്ത് വെച്ച് ഓരോ എക്സാമ്പിളിൽ കൂടെ വിവരിച്ചാൽ പോലും ഭരണപക്ഷം കാര്യമായിട്ട് തന്നെ മറുപടി പറയാനായിട്ട് ബുദ്ധിമുട്ടുന്ന സാഹചര്യം വരും. അത്രയധികം സംഭവങ്ങളുണ്ട്. വിമർശനങ്ങൾ ഭരണപക്ഷത്തിന് നേടിക്കൊടുക്കാൻ പറ്റുന്ന അവസ്ഥകളുണ്ട്. വ്യക്തിപൂജയെക്കുറിച്ചിട്ടും MD അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. വ്യക്തിപൂജ എന്നുള്ള ആ ഒരു വിമർശനം വന്ന സമയത്ത് മാധ്യമപ്രവർത്തകരുടെ മൈക്ക് MV ഗോവിന്ദൻ മാസ്റ്ററുടെ മുഖത്തേക്ക് നീളുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹമാണ് പിണറായി വിജയനെ ഒരു സൂര്യനോടൊക്കെ ഉപമിച്ചത്. അതേപോലെ ഉപമിച്ച വേറെ ഒരു ആളും ഉണ്ടായിരുന്നല്ലോ, ഞാനത് വിട്ടുപോയി. ഏതായാലും ഇന്നലെ അതെല്ലാം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ശൈലജ ടീച്ചർ പറയുന്നത് കേട്ടത്. പിണറായിയുടെ ഗുഡ് ബുക്കിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട് എന്നുള്ളത്. പിണറായിയുടെ ഗുഡ് ബുക്ക് മാത്രമായി പോകുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് കേരളത്തിൻ്റെ എന്നുള്ളത് മാത്രമാണ് MD വാസുദേവൻ നായർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരാളിലേക്ക് മാത്രം വ്യക്തി കേന്ദ്രീകൃതമായിട്ട് പോകുന്ന തരത്തിലേക്കുള്ള പ്രതിപക്ഷ വിമർശനങ്ങളും വ്യക്തി കേന്ദ്രീകൃതമായിട്ട് പോകുന്ന ഒരു ആരാധനയും അധികാരവും ഒക്കെ തന്നെയാണ് MD ഇതിനകത്ത് ഉദ്ദേശിച്ചത്. അതേപോലെ കേവലം ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ളതാവരുത് തൻ്റെ ഒരു വിമർശനം, തൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണമെന്ന് ഉറപ്പിച്ച് വളരെ പക്വതയോടെ കൈകാര്യം ചെയ്തതാണ് MDയുടെ ആ ഒരു പ്രസംഗം എന്ന് പറയുന്നത്. 2003 അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ നിന്നുള്ളതാണ് പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും എന്നുള്ളത് പിന്നീട് അറിയാനായിട്ട് കഴിഞ്ഞു. അത് ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വിമർശനമല്ല എന്നുള്ളത് അദ്ദേഹത്തിനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ പിന്നീട് പ്രതികരിക്കുകയുണ്ടായി. എന്താണെങ്കിലും ഒരു സ്വയം വിമർശനം ആളുകൾക്ക്, കേൾക്കുന്ന ആളുകൾക്ക്, നേതൃത്വത്തിലുള്ള ആളുകൾക്ക് തോന്നത്തക്ക തരത്തിലേക്കുള്ള വളരെ പക്വതയുള്ളൊരു സമീപനമാണ് MDയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. നന്ദി.